ഹലോ ഗൈസ്, ഇന്ന് കലോത്സവത്തിന്റെ 2ാം ദിവസമാണ്. നമുക്ക് കലോത്സവം ഡേയ്സിൽ സാരി ഉടുക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് സാരി കൊടുത്ത് ഇറങ്ങുമ്പോഴേക്കും ഒരു വഴിയായി. അപ്പം ഞാൻ സ്കൂൾ ബസ്സിൽ പോവാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഹോട്ടൽ ഡയാനയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്കൂൾ ബസ് ഇതാ മെല്ലെ ദൂരേന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റോപ്പിൽ ഒരു കുട്ടി കയറാനുണ്ട്. അവിടെ നിന്ന് മെല്ലെ മെല്ലെ വരുന്നുണ്ട്. യെസ്, അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. സ്കൂളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കലോത്സവത്തിന്റെ 2ാം ദിവസം ആയതുകൊണ്ട് തന്നെ എനിക്ക് ജഡ്ജ്മെന്റ് ഡ്യൂട്ടി ഉണ്ട്. അതായത് സ്കൂൾ എത്തിക്കഴിഞ്ഞു, നമ്മളെ ഗേറ്റ് ഇങ്ങനെ കടക്കുകയാണ്. എല്ലാ കുട്ടികളും ഇങ്ങനെ വരിവരിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മേ, യെസ്, അങ്ങനെ സ്കൂൾ ബസ് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓഫീസിൽ കയറി സൈൻ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ചിത്ര ഓൾറെഡി വന്ന് സൈനൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനും മെല്ലെ സൈനൊക്കെ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്തെ ശിവ ടീച്ചർ ചെറു പുഞ്ചിരിയോടെ വന്നിരിക്കുകയാണ്. ഹാ ഹാ. അങ്ങനെ ഞങ്ങൾ മേലേക്ക് കയറി. ദേവേട്ടൻ എല്ലായിടത്തെയും ഡോറൊക്കെ തുറന്ന് ലൈറ്റ്സ് ഒക്കെ ഇട്ട് വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ കുട്ടി സ്റ്റാഫ് റൂം, പുതിയ സ്റ്റാഫ് റൂം. ഞങ്ങൾ യു പി ടീച്ചേഴ്സ് മാത്രമുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി ഒരു ചെറിയ ഫോട്ടോ സെഷൻ ആയാലോ എന്ന് ആലോചിച്ചു. അപ്പോഴേക്കും എൻ്റെ പിള്ളേർ ഇവിടെ വെയിറ്റിംഗിലാണ് കേട്ടോ. സാർ അവിടെ എന്തോ അനൗൺസ് ചെയ്യുന്നുണ്ട്, ഏത് ടീമാണ് വിൻ ചെയ്യുക എന്ന രീതിയിൽ സാർ ചോദിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ മജസ്റ്റിക് സൂപ്പർ ലിയോൺസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? യെസ്, ഉറക്കെ പറയൂ. അതെ, അപ്പം ഞങ്ങൾ എല്ലാവരും മീറ്റിംഗ് ഒക്കെ കൂടി ജഡ്ജ്മെന്റിലേക്ക് കടക്കാൻ പോവാണ്. ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ്. ഇംഗ്ലീഷ് ജഡ്ജസ് ഓൾറെഡി റെഡി ആയിട്ടിരിക്കുകയാണ്. പോസൊക്കെ ചെയ്തു. ഇതേ സ്റ്റേജ് മാനേജേഴ്സ് പണി തുടങ്ങി. ഈ സ്റ്റേജിലും കുട്ടികളൊക്കെ സെറ്റാണ്. ഞങ്ങൾ വന്നു കഴിഞ്ഞു. ഞങ്ങൾ 3 പേരാണ് ജഡ്ജസ്. ഞങ്ങളും വന്നു. ജോലി തുടങ്ങാനുള്ള കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങളും റെഡിയാണ്. എല്ലാവർക്കും അവസരം കിട്ടുന്ന ഒരു വേദിയാണ് ഈ സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമുക്കിങ്ങനെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോഴും ഈ കുട്ടികളൊക്കെ പറയുന്ന പോലെ ഇത്ര ധൈര്യത്തിൽ, ഇത്ര ഈ ചിരിയോടുകൂടി, ഇത്ര കോൺഫിഡൻറ്റോട് കൂടിയൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. എനിക്കിപ്പോഴും മൈക്ക് പിടിച്ചാൽ കൈവറയ്ക്കും. പക്ഷേ ഇവർ നോക്കൂ, ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇത്രയും സ്റ്റേജിൽ ഇത്രയും കാണികളെ കാണുകയാണ്, ഇത്രയും ഈ ജഡ്ജസിനെ കാണുകയാണ്, ഈ പ്രൊസീജിയേഴ്സിലൂടെ ഒക്കെ പോവുകയാണ് അല്ലേ അവർ. അപ്പോൾ അവർക്ക് ഉറപ്പായിട്ടും ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരാൻ പറ്റും. അവർ എന്നെ പോലെ ഇങ്ങനെ മൈക്ക് പിടിക്കുമ്പോൾ കൈ വരയ്ക്കും, കാല് വരയ്ക്കലൊന്നും ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ പക്ഷേ ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് ഇത്. അപ്പോൾ എല്ലാവരും അവരവരുടെ മാക്സിമം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ലോലിപോപ്പ്, കുട്ടികളെ ഹോപ്പിൻ്റെ ഭാഗമായിട്ട് ലോലിപോപ്പ് കേൾക്കുന്നുണ്ടായിരുന്നു. അതും വാങ്ങിച്ചു. ടേസ്റ്റി ആയിരുന്നു. ബോറടി മാറും, ലോലിപോപ്പ് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ പിന്നെ ഹയർ സെക്കൻഡറിയിലേക്ക് കടന്നു കഴിഞ്ഞു കേട്ടോ. മത്സരം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് അവരവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ കാഴ്ചവെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി സീരിയസ് ആയി ഡിസ്കസ് ചെയ്യുന്ന, സീരിയസ് ആയി മാർക്ക് ഇടുന്ന ജഡ്ജസിനെ കാണണ്ടേ. ഇതേ ഞങ്ങൾ 3 പേര്. അങ്ങനെ ഓരോരുത്തർ ഇനിയിപ്പോൾ ഹൈസ്കൂൾ റെസിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ഐറ്റംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും അവരവരുടെ മാക്സിമം പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഇടയിൽ ഒരു നീല കുപ്പി കാണുന്നുണ്ടോ ഗൈസ്? അതാണ് എൻ്റെ പുതിയ കുപ്പി. സ്റ്റേജ് മാനേജേഴ്സ് സീരിയസ് ആയിരുന്ന് മാർക്കുകളൊക്കെ കണക്ക് കൂട്ടാണ്. അതിനിടയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോയപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ആ കാഴ്ച പകർത്താൻ നോക്കിയതാണ്, പക്ഷേ എനിക്ക് അത് കിട്ടിയില്ല. ഈ കുട്ടികൾ, 2 ചെറിയ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, സാറുടെ സ്ഥിരം പ്ലേസിൽ നിന്നും സാറെ വിളിച്ച് ഇവിടെ ഇരുത്തി ഫുഡ് കഴിപ്പിക്കുകയാണ്. കുറേ നേരം അവർ എന്തൊക്കെയോ സംസാരിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതൊന്ന് വീഡിയോയിൽ പകർത്താമെന്ന് വെച്ചു. ശരിക്കും ഞാൻ ഉദ്ദേശിച്ച വീഡിയോ കിട്ടിയില്ല. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഒരു ചടങ്ങാണ് നമ്മൾ കാണുന്നത്. റിസൾട്ട് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു എക്സ്പ്രഷൻ ക്വീനെ കാണാം. ചിരിക്കുന്നു, കരയുന്നു, ഭാവങ്ങൾ മാറി മാറി വരുന്നു. എന്ത് രസമാണല്ലേ അവരുടെ ഈ എക്സ്പീരിയൻസ്. അവർക്ക് ജീവിതകാലം മുഴുവൻ ഓർത്ത് വെക്കാനുള്ള എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ കിട്ടിയിരിക്കുന്നത്. കരച്ചിലും ചിരിയും ഒക്കെ മാറി മാറി വരുന്ന ഒരു സന്ദർഭമാണത്. ചുറ്റിനുള്ളവർക്കൊക്കെ സന്തോഷം. അങ്ങനെ ഇതാണ് നമ്മുടെ സ്റ്റേജിൽ അവസാനത്തെ ഐറ്റം. ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ടീമിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോയി. ഇത് ആക്ച്വലി ഇന്നത്തെ സാരി എടുത്തിട്ടുള്ള ഡാൻസ് ആയതുകൊണ്ട് ഞാനത് ഇടാതിരുന്നത്. ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അത് ചെയ്യിപ്പിക്കാമെന്ന്, അത് ഇതിൽ കേട്ടാന്ന് വിചാരിച്ചു. ബിക്കോസ് സാരി എടുത്ത് ഞാൻ തുള്ളുന്നത് കാണാൻ അത്ര രസമില്ല ഗൈസ്. ആക്ച്വലി റാപ്പ് ഡാൻസ് ആണ്. എനിക്ക് റാപ്പ് എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ കയ്യിൽ കിട്ടുന്ന കുറേ സ്റ്റെപ്പുകളൊക്കെ വാരി വലിച്ചിടുകയാണ് ഗൈസ്. നമ്മൾ ശരിക്കും ഇങ്ങനെയൊക്കെയാണോ റാപ്പ് എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. പക്ഷെ നമ്മൾ എല്ലാം കളിക്കും അല്ലേ. നമുക്ക് ക്ലാസിക്കലും ഇല്ല, റാപ്പും ഇല്ല, നാടൻ ഡാൻസും ഇല്ല. അങ്ങനെ ഞാൻ വീടെത്തി ഗൈസ്, ടയേർഡായി. അപ്പോൾ ബൈ.